അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചായക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. നമ്മൾക്ക് ഉണ്ടാക്കി കുറച്ച് നാൾ സൂക്ഷിക്കാവുന്നതാണ്. ഗൾഫുകളിലേക്ക് അധിക പേരും കൊണ്ടുപോകാറുള്ളതുമായ നല്ലൊരു സ്നാക്സാണ്. കൂടാതെ നമുക്കിത് ഉണ്ടാക്കി അടുത്തുള്ള ബേക്കറിയിലും മറ്റ് സെയിൽ ചെയ്യാൻ ഇതുവഴി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി പഞ്ചസാര സിറപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടി 1.5 കപ്പ് വെള്ളത്തിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇത് സിറപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയുള്ള ഡോ റെഡിയാക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു മുട്ടയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളം. അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. കളർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി മൈദയിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നിച്ചൊഴിച്ച് കൂടിപ്പോകാതെ നോക്കണം. ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് മാവ് കിട്ടേണ്ടത്. ശേഷം ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് സോഫ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കവർ ചെയ്ത് വേണം വെക്കാൻ. ഇനി ഒരു ചെറിയ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു കട്ടിക്ക് തന്നെ മൈദയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി കുഴച്ചെടുക്കാം.
ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. കുറച്ചൊരു വലുപ്പത്തിലുള്ള ഉരുളകൾ തന്നെ എടുക്കണം. ഞാനിതിപ്പോൾ ഒരു 5 ഉരുളകളാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ ഇട്ട് കൊടുത്താണ് പരത്തിയെടുക്കേണ്ടത്. എത്ര നൈസാക്കി പരത്താൻ കഴിയുന്ന അത്രയും നൈസാക്കി പരത്തണം. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. എനിക്കെന്തായാലും അങ്ങനെ പരത്താൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ പരത്തി ഒപ്പിച്ചെടുത്തു. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ നൈസാക്കി പരത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കാം. ശേഷം അതിന് മുകളിലായി കുറച്ച് മൈദ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് ഇതുപോലെ മെല്ലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി ഇതാ ഇതുപോലെ എല്ലാം പരത്തി ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം.
ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കണം. ഈ ഒരു രൂപത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇങ്ങനെ പരത്താതെയും ചുട്ടെടുക്കാവുന്നതാണ്. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്നതാണ്. ഗൾഫിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പരത്താതെ ചുട്ടുകൊണ്ടു പോകാറുണ്ട്. നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ പരത്തിയത് തന്നെയാണ്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ലോ ആക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ചെറുതായി കളറ് മാറി തുടങ്ങും. ഇതാ ഇങ്ങനെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ആദ്യം നിങ്ങൾ കുറച്ചൊന്നിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊരിച്ചിൽ മനസ്സിലാവും. നല്ല കറുമുറ പൊട്ടുന്ന രൂപത്തിലാണിത് ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ കാജ, മടക്ക് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. കോരി മാറ്റിയതിന് ശേഷം അതിന് മുകളിലായി പഞ്ചസാര സിറപ്പ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഓരോ ട്രിപ്പ് ചുട്ടെടുത്ത ശേഷം സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ കാജ റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ കുറച്ചുനാൾ വരെ കേടുകൂടാതെ നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്